ഇന്നലെ രാത്രിയിലാണ്, അതായത് ഇന്ത്യൻ സമയം രാത്രിയിലാണ് വെടിനിർത്തൽ നടപ്പിലായപ്പോൾ തന്നെ ചില സൂചനകൾ അല്ലെങ്കിൽ ദുസൂചനകൾ നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, വെടിനിർത്തൽ ഏതാണ്ട് 3 മണിക്കൂർ വൈകി. കാരണം ഹമാസ് വിട്ടയക്കുന്നവരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തു പറയാൻ ഒരുങ്ങിയില്ല. ആരൊക്കെയാണ് നിങ്ങൾ വിട്ടയക്കുന്നത് എന്നതിന്റെ ലിസ്റ്റ് ഇസ്രായേൽ പലതവണ ചോദിച്ചു, നൽകിയില്ല. ഇന്നലെ രാവിലെ ഇസ്രായേൽ സമയം 9:30-ക്കാണ് വെടിനിർത്തൽ നടപ്പിലാക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇത് ലഭിക്കാതെ വന്നപ്പോൾ ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ബോംബാക്രമണം നടത്തി 19 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതാണ് ഇസ്രായേലിന്റെ ശുഷ്കാന്തി. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 19 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ഹമാസ് വിട്ടയക്കുന്ന 33 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. അതിൽ ആദ്യത്തെ 3 പേരെയാണ് ഇന്നലെ കൈമാറിയത്. പകരം ഇസ്രായേൽ ജയിലിൽ ഉണ്ടായിരുന്ന 90 ഫലസ്തീൻകാരെ, മിക്കവരും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുള്ളവരാണ്, അവരെ ഇന്നലെ ഇസ്രായേലും വിട്ടയച്ചു. അതിൽ 69 പേർ സ്ത്രീകളും 21 പേർ കൗമാരക്കാരുമാണ്. 3 പേർക്ക് 90 പേരെ പകരം കൊടുത്തു. അത് കുഴപ്പമില്ല, കാരണം ഇസ്രായേലിന്റെ ജയിലിൽ ഒരുപാട് ഫലസ്തീനികൾ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഏതാണ്ട് 1000-ഓളം പേരെ ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൽ അപകടമുണ്ടെന്നാണ് ഇസ്രായേൽ ജനത തന്നെ പറയുന്നത്.